ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം രാത്രികാലം നമുക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം തന്നു. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നാം ഹല്ലേലൂയ ഈ പ്രാരംഭ രാത്രികാലം ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. നാം അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വന്ന് ചേർന്ന ബഹുമാന്യ പാസ്റ്റർ ജപമണി ജോൺ അവരുകളാണ്. നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മെ സ്നേഹിക്കുന്ന, ദൈവസഭയെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ. പ്രത്യേകം ഞാൻ വന്ദനം ചെയ്യുന്നു. അത് മാത്രമല്ല, ഞാൻ സഹോദരതുല്യം സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ജപമണി അവരുകൾ. ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെയും ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ഇനിയും ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ പോകുന്നു. ദൂതുകൾ കേൾക്കാൻ പോകുന്നു. വിശ്വാസമുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തുടർന്നുള്ള സമയം ബഹുമാന്യ പാസ്റ്റർ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ആദരപൂർവം ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു കൊള്ളുന്നു പാസ്റ്റർ ജപമണി ജോൺ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ വൈകുന്നേര സമയം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഒരിക്കൽ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വന്ദനം ചെയ്യുന്നു. സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്റർ, രാജീവ് പാസ്റ്റർ, ജിനു പാസ്റ്റർ, തോമസ് കുട്ടി പാസ്റ്റർ, എല്ലാവരോടുമുള്ള പ്രത്യേകമായ വന്ദനം അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരും ആശീർവദിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. എങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചൊരു സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ബാധിച്ച് എൻ്റെ ഭാര്യ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിമിത്തമായി, വിശേഷാൽ എം എ വർഗീസ് പാസ്റ്ററുടെയും കർത്താവിൻ്റെ ദാസിയുടെയും പ്രാർത്ഥന നിമിത്തമായി ഞങ്ങൾ ജീവനോടെ ശേഷിച്ചിരിക്കുന്നു. സ്വത്രം സ്വത്രം സ്വത്രം. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ആ സമയത്തൊരു പ്ലാറ്റ്ഫോം പ്രെയർ ഉണ്ടായിരുന്നു. അതിൽ തോമസ് കുട്ടി പാസ്റ്ററുടെ ലീഡർഷിപ്പിൽ നടത്തപ്പെടുന്ന ആ പ്രാർത്ഥനയിലും ധാരാളം പേർ പ്രാർത്ഥിച്ചു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദൈവം എന്നെ ഏൽപ്പിച്ചൊരു സന്ദേശമുണ്ട്. അത് നമുക്ക് പ്രാർത്ഥനയോട് ചിന്തിക്കാം. സ്തോത്രം. നാം ഇവിടെ നിന്ന് പറയുന്ന സ്തോത്രം, നാം ഇവിടെ നിന്ന് പറയുന്ന ഹല്ലേലൂയ, നാം ഇവിടെ നിന്ന് ആരാധിക്കുന്ന ആരാധന, സ്തോത്രം സ്വർഗമണ്ഡലത്തിൽ ചെന്ന് സ്പർശിക്കുകയാണ്. കാണുന്ന മണ്ഡലത്തിൽ നിന്ന് കാണാത്ത മണ്ഡലത്തിൽ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുമ്പോൾ ദൂതന്മാർ, സെറാഫുകൾ, കെരൂബുകൾ, ഗബ്രിയേൽ ദൂതൻ ഗ്രൂപ്പ്, മിഖായേൽ ദൂതൻ ഗ്രൂപ്പ്, എൽ ശദ്ദായി വസിക്കുന്ന സ്വർഗം ചെന്ന് സ്പർശിക്കുന്നതാണ് നമ്മുടെ സ്തുതിയും സ്തോത്രങ്ങളും. മാത്രമല്ല, പാതാള മണ്ഡലങ്ങൾ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിവിറയ്ക്കുകയാണ്. സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കതിന് ഉപോത്ബലകമായി അറിയാവുന്നത് യാക്കോബിൻ്റെ അനുഭവമാണ്. വളരെ ഭയത്തോടെ, വളരെ പേടിച്ചും കൊണ്ട്, കരഞ്ഞും കൊണ്ട് ആ രാത്രിയിൽ സ്തോത്രം ലൂസ് എന്ന സ്ഥലത്ത് താനായിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മയക്കം വന്ന് കാണും. ഉറങ്ങാൻ അത്രത്തോളം സാധിച്ചു കാണുകയില്ല. ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു കോവണി ഉയർന്നു പോകുന്ന കാഴ്ച താൻ കണ്ടു. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ, വേദനയുടെയും കരച്ചിലിൻ്റെയും നടുവിൽ യാക്കോബ് ആ ദർശനം കണ്ടു. ആ അഗ്രം, അതിൻ്റെ ചുവട് നിരപ്പല്ലാത്ത, ഒരനുകൂലമല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ആ ചുവട് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്.
എന്നാൽ അതിൻ്റെ അഗ്രം എൽ ശദ്ദായി ഏലിയോൻ വസിക്കുന്ന സ്വർഗമണ്ഡലത്തിൽ എത്തിപ്പെട്ടു. സ്തോത്രം ചെയ്യാം. അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. താൻ അത്ഭുതപ്പെട്ടു പോയി. ഈ സ്ഥലം എത്ര ഭയങ്കരം! യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് മാറി, അവിടുത്തെ സ്ഥിതി മാറി. ഇപ്പോഴും 20 വർഷം ലാബാന്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ താൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്നു കാണും. സ്തോത്രം. ദൈവയുടെ ഇവനെ മടക്കി വരുത്തി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇവിടെ നിന്ന് ആരാധിക്കുന്ന ആരാധന സ്വർഗമണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ്. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1-2 കാര്യങ്ങൾ പ്രാരംഭമായി പറഞ്ഞിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നുപോകും, എനിക്ക് ചില മറവിയൊക്കെ ഉള്ളതാണ്. ഈ ആംബുലൻസ് വലിയ ശബ്ദത്തോട് നമ്മുടെ വീടുകളുടെ അല്ലെങ്കിൽ റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നല്ലോ. നമുക്കൊന്നും മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കൃപയില്ലെന്ന് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും കരമുയർത്തി മരണദൂതൻ പിന്തുടരുന്ന ഈ ആംബുലൻസിൽ പിന്തുടരുന്ന ആ ജീവിതത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഒരു ജീവനെ രക്ഷിക്കും. സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്, പ്രാർത്ഥിക്കണം. എന്നാൽ ചില വിഷയങ്ങളുടെ മേൽ കൽപ്പന കൊടുത്ത് നാം പ്രാർത്ഥിക്കണം. സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അത്രയ്ക്കും ഭയങ്കരമാണ്. സ്തോത്രം പറയാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നമുക്കെല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു കാര്യം, വചന ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്, കർത്താവേ ഇന്ന് എന്നോട് സംസാരിക്കണമേ. എന്നാൽ ഈ വ്യത്യസ്തമായ വൈകുന്നേരത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ ആ പദം ഉപയോഗിക്കേണ്ട, എന്നെ ഒന്ന് സന്ദർശിക്കണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവമേ ഈ സന്ദേശത്തിലൂടെ എന്നെ ഒന്ന് സന്ദർശിക്കണമേ. എൻ്റെ തലമുറകൾ എവിടെയായിരുന്നാലും, എൻ്റെ കുടുംബാംഗങ്ങൾ എവിടെയായിരുന്നാലും ഇന്ന് രാത്രി സന്ദർശിക്കുന്ന ഒരു രാത്രിയാക്കി മാറ്റണമേ. വിവിധ വിഷയങ്ങൾ, വിവിധ ഭാരങ്ങൾ, വിവിധ വേദനകൾ, വിവിധ സങ്കടങ്ങൾ, വിവിധ രോഗങ്ങൾ, പ്രിയപ്പെട്ടവരെ സന്ദർശിക്കണം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങൾ ഒരു നിമിഷം വരമേൽപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് സന്ദർശിക്കുന്ന രാത്രിയാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യാം. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. നമ്മുടെ കുടുംബാംഗങ്ങൾ എവിടെയെല്ലാമായിരുന്നാലും അവരെ സന്ദർശിക്കണമെന്ന് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നും നമ്മുടെ ദൈവം സന്ദർശിക്കുന്ന ദൈവമായി നാം ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗമണ്ഡലത്തെ സ്പർശിക്കുകയാ. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തി സ്തോത്രം ചെയ്യുന്നു. അപ്പാ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ പാദപീഠത്തിനടുത്ത് വരുവാൻ അവിടുന്ന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമറക്കണമേ. എന്നെ ഇന്ന് സന്ദർശിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും, അവിടെ പ്രിയപ്പെട്ടവരുടെ മേലും, അവിടെ സകല വിഷയങ്ങളുടെ മേലും ഇന്ന് ദൈവത്തിന്റെ സന്ദർശനം അയച്ച് ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. പ്രാരംഭമായ ഒരു വചനം നമുക്ക് വായിക്കാം. 65-ാം സങ്കീർത്തനം, അതിൻ്റെ 9-ാമത്തെ വാക്യം. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത്, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സന്ദർശനം, ഭൂമിയെ നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലായിരിക്കുന്ന നമ്മെ ദൈവത്തിൻ്റെ സന്ദർശനത്താൽ കൃപ കൊണ്ട് നനയ്ക്കുകയാണ്. സ്തോത്രം പറയാം.
നന്ദിയോട് സ്തോത്രം, സ്തോത്രം. ദൈവം ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ സന്ദർശനം ഒരു പുതിയ അളവിൽ ഇന്ന് രാത്രി വ്യാപരിച്ചാൽ ഒരു നനവുള്ള അനുഭവത്തിൽ അല്ല, അതൊരു കടുപ്പമേറിയ സ്ഥലമാണെങ്കിൽ ദൈവത്തിൻ്റെ നനവ്, കൃപയുടെ നനവ് വന്നാൽ അവിടെ ഒരു സമൃദ്ധിയുള്ള തോട്ടമായി മാറുകയാണ്. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. വരൾച്ച മാത്രം കണ്ടു, നിരാശ മാത്രം ബാക്കി. സ്തോത്രം, സ്തോത്രം. എങ്ങാനും ചില ചെറിയ ചെറിയ നന്മകൾ ലഭിച്ചതല്ലാതെ പ്രതീക്ഷിച്ച വിടുതലുകളൊന്നും വേണ്ടതുപോലെ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നമ്മെ സന്ദർശിക്കുന്ന രാത്രിയാണ്. നന്ദിയോട് സ്തോത്രം. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. കൃപ കൊണ്ട് നിറയപ്പെട്ട ദൈവത്തിൽ നിന്ന് ഒരു നനവ് വരുമ്പോൾ സ്തോത്രം, ഒരു കിളിർപ്പുണ്ടാകുമെന്നും ഒരു നദി അതിനകത്ത് വെളിപ്പെട്ട് വരുമെന്നും ഇവിടെ എഴുതിയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ സംഭവിക്കണം. കട്ടകൾ ഉടച്ച് നിരത്തപ്പെടണം. ആ കട്ടകൾ ഏതാണ്? വിഷമതകളും ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഭാരങ്ങളും വിഷമതകളും. അത് തലമുറകളെക്കുറിച്ചാകാം, അത് സാമ്പത്തികത്തെക്കുറിച്ചാകാം, അത് ഭവനം സംബന്ധിച്ചാകാം. ഏതു വിധത്തിലായാലും സ്വത്രം ദൈവത്തിന്റെ സന്ദർശനം ഇന്ന് മണ്ഡലത്തിൽ വ്യാപരിക്കുമ്പോൾ നിരാശ മാറിപ്പോയി ഒരു നനവുള്ള തോട്ടം വെളിപ്പെട്ട് വരികയാണ്. കട്ടകൾ ഉടച്ച് നിരത്തപ്പെടുകയാണ്. എല്ലാവർക്കും അല്പസമയം കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ദൈവമേ, എന്നെ ഒന്ന് സന്ദർശിക്കണമേ. ഒരു നനവുള്ള തോട്ടമായി ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. കട്ടകൾ ഉടച്ചു നിരത്തപ്പെടുന്ന അനുഭവമായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിലെ മുളയെ അനുഗ്രഹിക്കുന്ന അനുഭവത്തിലായി ഇന്ന് പകൽ കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഒരുങ്ങി ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ സന്ദർശനം ഇതിന്റെ മധ്യത്തിൽ വ്യാപരിക്കുകയാൽ സ്തോത്രം. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിടുതൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് പകരുകയാൽ ഞങ്ങളങ്ങെ വാഴ്ത്തുകയാണ്. നന്ദിയോടെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. സ്തോത്രം, സ്തോത്രം. ഒരു വചനം നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7:16 വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7:16 വായിക്കാം. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. നൈൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു. പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വലിയൊരു ജനാവലിയുടെ നിലവിളിയോടുകൂടെ മുമ്പിൽ ഈ മാറത്തടിച്ച് നിലവിളിക്കുന്ന ഒരു മാതാവുമായി ശവമാംസം ചുമന്നുകൊണ്ട് ചില ബാല്യക്കാരുമായി ശവപ്പെട്ടിയുമായി പുറത്തേക്ക് വരികയാണ്. യേശുവും ശിഷ്യന്മാരും ഒരു ബഹുപുരുഷാരവുമായി എതിർപ്പെടുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശു ഉള്ളിടത്ത് രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ടെന്ന് നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മൾ അറിയുന്നത് പോലെ വലിയ സന്തോഷത്തോടെ യേശുവുമായി ഈ പുരുഷാരം നൈൻ പട്ടണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാ എതിർപ്പെടുന്നത് ഒരു നിലവിളിയോട്, പ്രതീക്ഷയേറ്റ അനുഭവത്തിൽ മാറത്തടിച്ച് നിലവിളിക്കുന്ന ഒരു മാതാവിൻ്റെ കരച്ചിലോടും ബഹുജനം അതുപോലെ വേദനയോടെ എതിർപ്പെടുകയാണ്. ഇത് ലോകത്തിൻ്റെ ചിത്രമാണ്. യേശു നമ്മുടെ നടുവിലുള്ളത് കൊണ്ട്, യേശു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് സ്തോത്രം, നമ്മുടെ ഉള്ളത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ട്. ഒരു ഭാഗത്ത് വിഷമതകളാകാം, ദുഃഖങ്ങളാകാം, സങ്കടങ്ങളാകാം. യേശു നമ്മിലുള്ളത് കൊണ്ട് നാം വളരെ ധൈര്യമുള്ളവരാണ്. വളരെ അത്ഭുതങ്ങളാൽ നമ്മൾ അനുഭവമുള്ളവരാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. ഈ അവസ്ഥയിൽ യേശു എതിർപ്പെടുമ്പോൾ ആ സ്ത്രീയോട് ആദ്യം പറഞ്ഞു, സ്ത്രീ, ഇനി നീ കരയണ്ട. യേശു മനസ്സലിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അവിടെ ഒന്ന് വായിക്കുന്നു. യേശു എവിടെ നോക്കി മനസ്സലിഞ്ഞോ അവിടെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ഇന്ന് ദൈവമേ എന്നെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മേൽ ദൈവം മനസ്സലിഞ്ഞ് ഇടപെടാൻ പോവുകയാണ്. സ്വത്രം പറയാം. മനസ്സലിവ് കാണിക്കുന്ന ഒരു ദൈവമായി മനസ്സലിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഒരു അത്ഭുതമായി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ശവക്കുഴി വെട്ടിയിട്ടിരിക്കുകയാണ്. പെട്ടിയിൽ ശവമഞ്ചവുമായി കടന്നു വരികയാണ്. ഈ സഹോദരി വിധവയാണ്. ഒരേ ഒരു മകനേ ഉള്ളൂ. അവനും ഇതോ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
പ്രതീക്ഷയ്ക്കൊരു വകയുമില്ല. ഒരു പക്ഷേ ആ സഹോദരി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയായിരിക്കും, എന്നെയും കൂടെ ആ കുഴിയിലങ്ങ് കൂട്ടി മൂടിക്കളെ, എനിക്ക് ജീവിക്കണമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിൻ്റെ നടുവിൽ യേശു ഇടപെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. കുഴി വെട്ടിയിട്ടിരുന്നവർ ബോഡി വരാൻ താമസിച്ചതുകൊണ്ട് കണ്ടില്ലല്ലോ എന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ നസ്രായനായ യേശു അവിടെ ഇടപെട്ടു എന്നുള്ള ഒരു വലിയ അത്ഭുതം അവർ കേൾക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എതിർപ്പെടേണ്ട, ജീവഹാനി വരത്തക്ക നിലകളിലുള്ള എൻ്റെ ജീവിതാനുഭവം അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. അതിൻ്റെ നടുവിൽ നസ്രായനായ യേശു ഇടപെട്ട ഏക കാരണത്താൽ ഏവൻ കുഴി വെട്ടിയോ ആ കുഴിയെ അവനെ കൊണ്ട് തന്നെ മൂടിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന പലരും മെഡിക്കൽ സയൻസിന്റെ പുറത്താണ് ജീവിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുതകരങ്ങളാൽ ഉള്ളങ്കയിൽ വഹിക്കപ്പെട്ട അനുഭവത്താൽ ദൈവം നമ്മെ ജീവനോട് ശേഷിപ്പിച്ചിരിക്കുന്നത് മഹാ അത്ഭുതമാണ്. ദൈവത്തിന്റെ സന്ദർശനമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. തോമസ് കുട്ടി പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് നന്നായിട്ട് കേട്ട് കാണുമല്ലോ. അദ്ദേഹം ജീവിക്കുന്ന അങ്ങനെയാണ്, നമ്മൾ പലരും അങ്ങനെയാണ്. ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ ഇതാ എല്ലാവർക്കും ഭയം പിടിച്ചു. സ്തോത്രം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ജീവിതം കയ്പായി വേദനാജനകമായ അനുഭവത്തിൽ നിലവിളി ഉയർന്ന സ്ഥാനത്ത് ഇതാ ജീവൻ മടക്കി കിട്ടിയപ്പോൾ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സഹോദരി അല്ലെങ്കിൽ കൂടെ വന്ന വലിയ പുരുഷാരം അവിടെ നിലവിളി മാറി വിലാപത്തെ നൃത്തമാക്കി തീർത്ത എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. നാം ദൈവവചനം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ദൈവം അധികാരം കൊടുത്തത്, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ നിങ്ങൾ സൗഖ്യം വരും, ഭൂതങ്ങളെ പുറത്താക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും ഹാനി വരികയില്ല, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരിച്ചവരെ ഉയർപ്പിക്കും. ഇത് ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമാണ്. അതിന്നും സംഭവിക്കും പ്രിയമുള്ളവരെ. സ്തോത്രം. ഈ അടുത്ത സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ട്. ഈ വചനമെടുത്തൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലെന്ത്, നമ്മളിലൂടെ ഇത് നടക്കില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. രോഗികളൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, എന്നാലും അതൊന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് സമയം ഈ വചനം ഉരുവിടുകയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു എൻ്റെ ഓർമ്മ. ഞായറാഴ്ച സഭായുഗത്തിന് കടന്നു ചെന്നപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞു, ഒരു കുഞ്ഞും അമ്മയും കൂടെ നിലവിളിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതാണ്. ഞാനത് പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അധികാരം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തു, ശ്രദ്ധിച്ചിരുന്നു. അടുത്തത് വെള്ളിയാഴ്ച എത്തിയപ്പോൾ ഞാൻ എൻ്റെ സഭയിൽ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ ആരംഭിക്കുമ്പോൾ ഒരു അമ്മ കരഞ്ഞും കൊണ്ട് വന്നു പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, എൻ്റെ മോളുടെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ കൈവിട്ടിരിക്കുന്നു, പെട്ടെന്നൊന്ന് വരണേ. ഞാൻ പറഞ്ഞു, ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ശുശ്രൂഷയ്ക്ക് ആരുമില്ല, എന്തായാലും ഒന്നും പറയാൻ പറ്റുകയില്ല, ഒന്നേ പറ്റും. എനിക്ക് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കൈവിട്ടു. മെഡിക്കൽ കോളേജിലുള്ള ടെസ്റ്റുകൾ പലതും നടത്തിയിട്ടു 1.25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിൻ്റെ ഉദരത്തിൽ ഒരു മുഴയുണ്ടെന്ന് അവർ കണ്ടെത്തി. അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഗ്രോത്ത് വർദ്ധിച്ചു വരുന്നു, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ ചെയ്യാവുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്ത് ചെയ്യാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു. വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ഒരു 6-7 ദിവസം അവരും വേണ്ട ടെസ്റ്റുകളെല്ലാം നടത്തി കൈവിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഇനി ആകെ ആശ്രയം കിംസ് ഹോസ്പിറ്റലാണ്. പോകാനായി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അവരായിരുന്ന പേ വാർഡിൽ അവരായിരിക്കുമ്പോഴാണ് 4 പേര് 5 പേര് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനവിടെ ചെന്നു. ചിരിച്ചുകൊണ്ട് ഞാനകത്ത് കയറി. എൻ്റെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, യേശുവിൻ രക്തത്തിൻ്റെ ശക്തി ഭയങ്കരമാണെന്ന്. പിന്നെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, യേശുവിൻ രക്തത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്, ഇന്നീ പൈതലിനെ ദൈവം തൊടും, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു തീരുകയും ഞാൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് രോഗ ആത്മാവെ വിട്ടുപോര്, പുറത്തുപോര് എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ശക്തിയോടെ പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിഞ്ഞൂടു. ഞാനതങ്ങ് പറഞ്ഞു.
പ്രാർത്ഥിച്ചു, ആമേൻ പറഞ്ഞിട്ട് പറഞ്ഞു, കുഞ്ഞ് സുഖമായിരിക്കുന്നു. നിങ്ങളിനി കിംസിൽ പോയാലും അതിനപ്പുറത്ത് പോയാലും ഇനി എന്തൊക്കെ ടെസ്റ്റ് നടത്തിയാലും ഇതിനൊരു രോഗമില്ലെന്ന് അവർ പറയും. നിങ്ങൾ കൊണ്ടുപോയിക്കോന്നു. 4 ദിവസം അവർ കിംസിൽ പോയി, മടങ്ങി വന്നു. ആ വീട് സന്ദർശിക്കാൻ ഞങ്ങൾ കുടുംബമായി പോയി. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാക്കയേക്കാൾ കറുത്തിയ ഒരു പക്ഷി ഈ കുഞ്ഞിൽ പറന്നു പോകുന്നത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ മൂത്ത കുഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഈ ഒരു കുഞ്ഞ് പെട്ടെന്ന് 1.25 വയസ്സായപ്പോൾ മരിച്ചു പോയതാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ഭയം. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനൊരു കുഴപ്പം പറ്റുകയില്ല, കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. സംഭവിച്ചത് കേൾക്കണ്ടേ? ഞങ്ങൾ വീട്ടിൽ വിസിറ്റ് ചെയ്യപ്പോൾ അവർ പറഞ്ഞു, മൂത്ത കുഞ്ഞ് ഇതുപോലെ ഞാൻ തലേ ദിവസം കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതാണ്, ഒരു വലിയ മലങ്കാക്ക ഈ കുഞ്ഞിൽ പറന്നു പോയി, അല്ല ഈ കുഞ്ഞിൽ ഇങ്ങനെ പറന്ന് അത് കൊത്താനായി ശ്രമിക്കുന്നു. അതിനുശേഷമാണ് ആ കുഞ്ഞ് മരിച്ചു പോയത്. ഈ കുഞ്ഞിനും അതേ മരണദൂതൻ ആ വിധത്തിൽ വ്യാപരിച്ചപ്പോൾ ആ കുഞ്ഞിൽ നിന്ന് ഈ കാക്ക പറന്നുപോയി, കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. സ്തോത്രം, സ്തോത്രം. രോഗശാന്തി നമ്മുടെ അവകാശമാണ്. ദൈവത്തിൻ്റെ സന്ദർശനം സ്ഥിതി മാറ്റി എഴുതുന്നതാണ്, വിധി മാറ്റി എഴുതുന്നതാണ്, അവസ്ഥ മാറ്റി എഴുതുന്നതാണ്, സാഹചര്യം മാറ്റി എഴുതുന്നതാണ്. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ആത്മീയ അധികാരത്തെ വേണ്ടം പോലെ കൽപ്പിച്ച് സ്തോത്രം വലിയ അത്ഭുതങ്ങളെ നമ്മുടെ നാവിൽ പറഞ്ഞ് സ്വന്തമാക്കി നമുക്ക് ഏറ്റെടുക്കണം. ദൈവം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. ദൈവമേ, എന്നെ സന്ദർശിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് എന്നെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എന്നെ വളരെ കഷ്ടപ്പെടുത്തിയ ഒരുവൻ അപ്പുറത്തുണ്ട്, അവനെ സന്ദർശിക്കണമേ. എനിക്ക് വലിയ പ്രതികൂലങ്ങൾ സൃഷ്ടിച്ച വേറൊരുത്തുണ്ട്, അവനെ സന്ദർശിക്കണമേ. അങ്ങനെയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, എന്നെ സന്ദർശിക്കണമേ. നിശ്ചയമായിട്ടും ദൈവം നമ്മെ സന്ദർശിക്കും. നമുക്ക് 1-2 വചനങ്ങളുടെ വേഗത്തിലൊന്ന് ചിന്തിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പുറപ്പാട് പുസ്തകം എടുക്കാം, 4-ാം അധ്യായം, അതിന് 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. 430 വർഷം ഫറവോന്റെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനം അയ്യം വിളിച്ചുപോയി, അയ്യോ വിളിച്ചുപോയി. നെടുവീർപ്പിട്ട് നിലവിളിക്കുന്ന നിലവിളി സ്വർഗത്തിലെ ദൈവം കണ്ടു. ദൈവം കാണുമ്പോഴെല്ലാം ദൈവം ഹൃദയത്തിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഞാൻ ചെയ്ത ഉടമ്പടി ഞാൻ പാലിക്കും, അവരെ പ്രവാസത്തിൽ നിന്ന് ഞാൻ മടക്കി വരുത്തും. സ്തോത്രം, സ്തോത്രം. മോശയെ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് ആ ഭാഗം അറിയാം. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവിടെ കഷ്ടതകളെ ഞാൻ കണ്ടു, അവിടെ ഞെരുക്കങ്ങളെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നില്ല, ദൈവം ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആ അവസ്ഥയിൽ 430 വർഷം കഴിഞ്ഞുകൂടിയ ജനത്തിൻ്റെ നടുവിൽ ഇനിയൊരു വിടുതലുണ്ടോ, ഇനി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇവിടുന്ന് രക്ഷപ്പെടാൻ? ഇരുമ്പ് ചൂളയിൽ കിടന്ന് അതിവേദനപ്പെടുന്ന ഈ ജനം ഭയങ്കര പ്രതീക്ഷയില്ലാതെ തളർന്നു ഇരിക്കുമ്പോൾ അഹരോനോട് പറഞ്ഞു, അഹരോനെ നീ മോശയെ വിളിച്ചുകൊണ്ട് അവിടെ ചെല്ല്. സ്തോത്രം. അപ്പോഴേക്കും അഹരോൻ മോശയുടെ അടുക്കൽ വന്നു. മോശ യഹോവയുടെ വടി നിലത്തിട്ടപ്പോൾ സർപ്പമായി തീർന്ന തൻ്റെ വടിയായിരുന്നതിനെ അത് പിന്നെ വാലി പിടിച്ചപ്പോൾ വടിയായി തീർന്ന അന്നു മുതൽ അത് യഹോവയുടെ വടിയായി. ഈ വടിയുമായി അഹരോനുമായി മിസ്രൈമിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നു ഇസ്രായേലിയ മൂപ്പന്മാരെ അടുക്കൽ വിളിച്ചു. ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ അടുക്കൽ ഐശ്വര്യക്കുകയാണ്, ഞങ്ങളെ നിങ്ങളുടെ അടുക്കൽ ഐശ്വര്യക്കുകയാണ്. അഹരോൻ കാര്യങ്ങൾ പറഞ്ഞു. മോശ തൻ്റെ വടിയിൽ നിലത്തിട്ടു. ഈ മൂപ്പന്മാർ കണ്ടു, അത് സർപ്പമായി തീർന്നു. വീണ്ടും അതിനെ വാലിൽ പിടിച്ചു, അത് വടിയായി തീർന്നു. ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർ കുമ്പിട്ടു നമസ്കരിച്ചു. ദൈവം നമ്മെ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. കുമ്പിട്ട് നമസ്കരിച്ചു. ദൈവം നമ്മെ സന്ദർശിച്ചു എന്ന് അവർ തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചും എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. അപ്പോൾ കഷ്ടതയിൽ നിന്നും അടിമത്വത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എല്ലാ കാലത്തും അതിൽ കുരുങ്ങിക്കിടക്കാൻ ദൈവം സമ്മതിക്കയില്ല. ഏതവസ്ഥയിലാണോ നാം നിലവിളിച്ചും കരഞ്ഞും ഉപവസിച്ചും കാത്തിരിക്കുന്നു, ആ കഷ്ടത കടാക്ഷിച്ച് അടിമത്വത്തിൽ നിന്ന് എന്നേക്കുമായി ഒരു വിടുതൽ തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ദീർഘവർഷങ്ങളായി ഒരു കടം വാങ്ങി മറ്റൊരു കടം തീർക്കുവാൻ, ദീർഘവർഷങ്ങളായി ഒരു പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും അടിമപ്പെട്ട് എത്ര ഉപവസിച്ചിട്ടും വിടുതലില്ലാത്ത വിഷയത്തിന്റെ മേൽ ദൈവം ഒരു നിർണയം വച്ചിട്ടുണ്ട്. ആ നിർണയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം. സ്തോത്രം. അതുകൊണ്ട് തളർന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ദൈവം ഒരു നിർണയം വച്ചിട്ടുണ്ട്. ആ നിർണയം തെറ്റാതെ വണ്ണം ദൈവത്തിന്റെ സന്ദർശനം വരും. അന്ന് എന്നേക്കുമാ ഒരു വിടുതൽ നൽകി ദൈവം ആദരിക്കുമെന്ന് ഒരു സംശയവുമില്ല. സ്തോത്രം. അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ദൈവത്തെ ഈ ഭാഗം നമ്മൾ ചിന്തിച്ചാൽ കുമ്പിട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ സാഷ്ടാംഗം വീണ് അങ്ങെന്തു പറയുമോ അതുപോലെ ഞാൻ കേട്ടനുസരിച്ച് കൊള്ളാം എന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനെയാണ് കുമ്പിട്ട് നമസ്കരിച്ചു എന്ന് പറയുന്നത്. സ്തോത്രം പറയാം. കർത്താവേ, ഇനിയും എൻ്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി പിന്നെയും സമർപ്പിച്ച് ഒരു സമർപ്പണമുള്ള ജീവിതമായി, ഒരു തീരുമാനത്തോടെ, ഒരു പ്രതിഷ്ഠയോടെ ഇന്നലെയുടെ നാളുകളിൽ എന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ എന്തെങ്കിലും ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ടോ എന്നോട് മനസ്സറിയണമേ, അതെനിക്ക് ഓർമ്മപ്പെടുത്തി തരണമേ. അതിന്റെ പിന്നിൽ ഞാൻ പിന്നെയും ദൈവത്തിന്റെ പാദപീഠത്തിൽ എന്നെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് ദൈവത്തോട് നമുക്ക് അടുത്തു വരാം. ഇന്നലെയുടെ നാളുകളിൽ നാം എടുത്ത തീരുമാനങ്ങളുണ്ട്, ഇന്നലെയുടെ നാളുകളിൽ നാം എടുത്ത പ്രതിഷ്ഠകളുണ്ട്. അതിലേതെങ്കിലും മങ്ങൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അതിലേതെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നും പകൽ രാത്രിയിൽ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സന്ദർശനം ഇന്ന് രാത്രി വരികയാണ്. സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നേക്കുമുള്ള അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായി. അവിടെ നമ്മൾ വായിക്കുന്നത് ജനം, ഈ ഇസ്രായേലിയ മൂപ്പന്മാർ കുമ്പിട്ട് നമസ്കരിച്ചു എന്ന്. ദൈവം നമ്മെ ആസ്വദിക്കുമാറാകട്ടെ. അടുത്ത് നമുക്ക് വീണ്ടും ചിന്തിക്കാം. സൂത്രം 4 രൂത്തിന്റെ പുസ്തകം എടുക്കാം. 1-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. 1-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. ആ ആ ആ ആ മതി. നമുക്ക് ആ ഭാഗം നന്നായിട്ടറിയാം. ന്യായാധിപന്മാരുടെ കാലത്ത് തുടങ്ങിയാണ് നമ്മൾ തുടങ്ങുന്നത്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. മതി 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 ഇനി വായിക്കേണ്ട കാര്യം, സമയം ഒന്ന് നീണ്ടുപോകും. ഒരുപാട് വായിക്കണമെന്നുണ്ട്, ക്ഷമിക്കണം. ആ ബെത്ലഹേമിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്ത് ഒരു ഭയങ്കര ക്ഷാമമുണ്ടായി. മോവാബിൽ നിന്ന് കടന്നു വന്ന നവോമിയും എലീമേലക്കും 2 പുത്രന്മാരുമായി അവരിവിടെ താമസിക്കുകയാണ്. ബെത്ലഹേമിൽ വന്ന് താമസിക്കുകയാണ്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പമത്തിൻ്റെ ഭവനമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന, സമൃദ്ധിയും പൂട്ടിയുമുള്ള, ശക്തിയോടെ ദൈവത്തിൻ്റെ ദൂതുകൾ കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വലിയ അനുഭവത്തെയാണ് ഈ ബെത്ലഹേം കൊണ്ട്, അപ്പത്തിൻ്റെ ഭവനമെന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെയും ക്ഷാമം വന്നു. അപ്പോൾ ആരാധിക്കുന്നവരുടെ ഇടയിലും പ്രതിഷ്ഠയോടെ, തീരുമാനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉടമ്പടി പാലിച്ച് ജീവിക്കുന്നവരുടെ നടുവിലും ക്ഷീണങ്ങളും ക്ഷാമങ്ങളും പ്രയാസങ്ങളും വരാം. ഈ പ്രിയപ്പെട്ട കുടുംബം എന്ത് ചെയ്തു? ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ മുമ്പാകെ വളരെ വിശ്വസ്തമായി ജീവിച്ച ഈ കുടുംബം ബുദ്ധിയിൽ ആശ്രയിച്ചു. ഇവർ മോവാബിലേക്ക് കടന്നു കളഞ്ഞു. അത് നിമിത്തം അവരുടെ ജീവിതം വളരെ കൈപ്പേറിയ അനുഭവത്തിൽ സംഭവിപ്പാനിടയായി തീർന്നു. 10 വർഷമാണ് അവിടെ താമസിച്ചത്. മഹ്ലോനും കിലിയോനും അവിടെ എത്തി. എലീമേലക്കും നവോമിയും 4 പേരുമായി അവിടെ എത്തി. ഈ 2 മക്കളും അവിടെ വെച്ച് വിവാഹം കഴിഞ്ഞു. 10 വർഷം താമസിച്ച ശേഷം ബെത്ലഹേമിൽ ക്ഷാമം മാറിയെന്നറിഞ്ഞു മടങ്ങി വരികയാണ്. ഈ യാത്രയിൽ 2 ആൺമക്കളും എലീമേലക്കും മരണപ്പെടുവാനിടയായി തീർന്നു. ജീവിതം ഏറെ കയ്പായി അവിടെ ജീവിതം സംഭവിച്ചു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറന്നുപോകാതെ ദൈവത്തിൻ്റെ ആലോചന ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് അതനുസരിക്കുന്നവർ എന്ത് കൈപ്പേറിയ ജീവിത സാഹചര്യത്തിലും പിടിച്ചു നിൽക്കണം. പിടിച്ചു നിന്നേ മതിയാവൂ. അതിനപ്പുറമായി ക്ഷാമം മാറുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു മഹാനായ ദൈവം സന്ദർശിക്കുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. നന്ദിയോട് സ്തോത്രം. പെന്തക്കോസ്തിൽ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നെന്ന് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ. അവരവരുടെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് അവരവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭയങ്കരമാണ്.
സ്വത്രം. അതിനെ അതിജീവിക്കുവാൻ അടുത്ത ഘട്ടം അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതം പഥ്യമായി ആചരിച്ചുകൊണ്ട് ജീവിതയാത്ര തുടർന്നാൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ സന്ദർശനം ഏറ്റവും അത്ഭുതകരമായി ജീവിതത്തിലെ കട്ടനട്ടങ്ങൾ അംഗസംഖ്യ കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ വന്ന് ഭവിച്ച് നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഇനി എന്നെ മാറാ എന്ന് വിളിപ്പിൻ. നവോമി എന്ന് തന്നെ ആരും വിളിക്കേണ്ട. ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒരിക്കലും ഇറങ്ങി തിരിക്കരുത്. അത് പല കട്ടനട്ട സങ്കടങ്ങൾക്കും ഇടിയായി തീർന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആലോചനയുടെ വഴിയിൽ ഞാൻ ഓടും. എൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കണമേ, എനിക്ക് ആലോചന പറഞ്ഞു തരണമേ. ഹല്ലേലൂയ. അനൊത്തവണ്ണം എൻ്റെ ജീവിതം ഞാൻ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുവാൻ അടിയനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ദൈവത്തിൻ്റെ സന്ദർശനത്തെ നമുക്ക് ഒന്നിരണ്ട് കാര്യങ്ങളോടും ചിന്തിക്കാം. സ്വത്രം സ്വത്രം സ്വത്രം. ഉൽപ്പത്തി പുസ്തകം എടുക്കാം, 21-ാം അധ്യായം, അതിൽ 1-ാമത്തെ വാക്യം എടുക്കാം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. സ്വത്രം സ്വത്രം സ്വത്രം. ദൈവം അബ്രഹാമിനും സാറയ്ക്കും ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുക്കുമെന്ന് അരുളി ചെയ്തിട്ട് എത്രയോ ചില വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. 10-25 വർഷം കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവം സന്ദർശിച്ചു സാറായെ. കാലത്തിൻ്റെ കാലോചിതമായ സമയമെത്തിയപ്പോൾ സാഹചര്യം, ശാരീരിക ഘടന എല്ലാം വ്യത്യാസപ്പെട്ടു. എന്നിട്ടും ദൈവം സന്ദർശിച്ചു. വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ കുടുംബത്തിനെ ദൈവം സന്ദർശിച്ചു. വാഗ്ദത്ത സന്തതിയെ കൊടുക്കുവാനിടയായി തീർന്നു. നന്ദിയോട് സ്തോത്രം. ഒരു രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങിയ അബ്രഹാമിനെ തട്ടി ഉണർത്തി യഹോവയായ ദൈവം പുറത്തു കൊണ്ടുവന്നു. ആകാശത്തിലേക്ക് നോക്ക്, നിറച്ച നക്ഷത്രങ്ങൾ ഇതുപോലെ നിന്റെ സന്തതിയാക്കി തീർക്കുമെന്ന് പറഞ്ഞു. കടൽക്കരയിലേക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇഷ്ടം പോലെ മണൽ, എണ്ണിയാൽ ഒടുങ്ങയില്ല. ഇതുപോലെ നിന്റെ സന്തതിയെ ഞാൻ ആക്കി തീർക്കുമെന്ന് ദൈവം പറഞ്ഞു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്നു. കാലങ്ങൾ നീണ്ടുപോയി. ദൈവത്തിൻ്റെ സന്ദർശനം വരുവാനിടയായി തീർന്നു. വചനത്തിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരിക്കൽ ദാവീദ് രാജാവ് വലിയ രോഗ അവസ്ഥയിൽ മരിച്ചു പോകുമെന്നുള്ള സ്ഥിതിയിൽ രോഗക്കിടക്കയിൽ അകപ്പെട്ടു. രോഗക്കിടക്കയിൽ അകപ്പെട്ടപ്പോൾ തൻ്റെ ഭാര്യമാരിൽ ഉരിയാവിൻ്റെ ഭാര്യയായിരുന്ന ബർശേബ അടുത്തു വന്നിട്ട് പറഞ്ഞു, സാഷ്ടാംഗം കുമ്പിട്ടുകൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ബർശേബേ, നീ വന്ന കാര്യമെന്ത്? അവൾ സാഷ്ടാംഗം കുമ്പിട്ട് പറഞ്ഞു, അങ്ങയുടെ കാലശേഷം എൻ്റെ മകൻ ശലോമോനെ രാജാവാക്കണം. ശരി, നീ പറഞ്ഞതിനൊത്തവണ്ണം നിന്റെ മകൻ ശലോമോൻ തന്നെ എനിക്ക് ശേഷം രാജാവായിരിക്കും. ഇത് അറിഞ്ഞ മറ്റൊരു ഭാര്യയിൽപ്പെട്ട അദോനിയാവ് എന്ന് പറയുന്ന ഒരുത്തൻ തന്നെത്താനെ അബ്യാഥാർ പുരോഹിതനെയും ചില പ്രവാചകന്മാരെയും ഒക്കെ കൂട്ടിച്ചേർന്ന് ജനത്തെ പാട്ടിലാക്കി തന്നെത്താൻ രാജാവായി. ഒരു സുപ്രഭാതത്തിൽ അദോനിയാവ് രാജാവായെന്ന് രാജ്യം മുഴുവനും പ്രസ്താവിക്കപ്പെട്ടു. ഇനിയിൽ പിന്നെ മാറ്റം വരുത്താൻ കഴിയുകയില്ല. കൂടെ വലിയൊരു ജനാവലി കൂടെയുണ്ട്. ഇതറിഞ്ഞ ബർശേബ വീണ്ടും ഓടി വന്നു. ദാവീദിന്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ്. അങ്ങല്ലയോ പറഞ്ഞത് എൻ്റെ മകൻ അഥവാ അങ്ങയുടെ മകൻ ശലോമോൻ രാജാവാകുമെന്ന്? ഇത് അദോനിയാവ് രാജാവായിരിക്കുന്നു. തീരെ ആരോഗ്യം കുറഞ്ഞ ദാവീദ് രാജാവ് കട്ടിലിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും അസാധുവാകയില്ല, സംഭവിക്കാതെ പോകുകയില്ല. അദോനിയാവ് മരിക്കണം, ശലോമോൻ രാജാവാകണം. ഇത് പറഞ്ഞതും അദോനിയാവ് ഇത് കേട്ടു. അദോനിയാവ് ഓടിച്ചെന്നു യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു നിൽക്കുകയാണ്. ആനയത്ത് കയറി ഒരുത്തൻ കുറ്റം ചെയ്താൽ അകത്ത് കയറി യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചാൽ അവൻ്റെ കുറ്റത്തെ പുരോഹിതന്മാരും പിന്നെ അന്നത്തെ മഹാപുരോഹിതൻ കാര്യമന്വേഷിക്കണം. കാര്യമായ കാരണമൊന്നുമില്ലെങ്കിൽ അവനെ സംരക്ഷിച്ചു കൊള്ളാം. എന്നാൽ ഒരുത്തൻ രക്തം ചൊരിയിച്ചിട്ട് കടന്നു വന്നാൽ സങ്കേത നഗരങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ അയോഗ്യനായിട്ട് കാര്യം അവൻ്റെ വ്യവഹാരം നടത്താൻ ചെന്ന് കൊമ്പിൽ പിടിച്ചാൽ അവനെ ബലാത്കാരമായി പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെട്ടിക്കൊല്ലണം. അതാ നിയമം. എന്നാൽ
സംഭവിച്ചത്. അദോനിയാവിനെ അവർ അതുപോലെ തന്നെ ചെയ്തിട്ട് ബർശേബയ്ക്ക് വാക്കു പറഞ്ഞതുപോലെ തന്നെ ശലോമോൻ രാജാവാകുവാനിടയായി. ഈ ലോകത്തിലുള്ള ഒരു രാജാവ് ഈ വാക്ക് പറഞ്ഞത് അതുപോലെ പാലിക്കപ്പെട്ടുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ മല പോലുള്ള ഏത് പ്രശ്നങ്ങളെയും മുട്ടുമടക്കിക്കൊണ്ട് എൻ്റെ ദൈവം നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തരും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ദൈവത്തിന്റെ സന്ദർശനം സാറായിയുടെ മേൽ വന്നപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ സ്തോത്രം നിവർത്തിച്ചു കൊടുക്കുവാനിടയായി. നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും ഇന്നലെയുടെ നാളുകളിൽ എന്തെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാതിനുള്ള സാധ്യത പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഭയപ്പെടേണ്ട. ദൈവം സന്ദർശിക്കുന്ന നാളുണ്ട്, അന്ന് അതിന്റെ നിവർത്തീകരണം കാണും. സ്തോത്രം. അത് നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ചാകട്ടെ, അത് നമ്മുടെ തലമുറകളെ കുറിച്ചാകട്ടെ, അത് നമ്മെക്കുറിച്ചാകട്ടെ, അത് ആത്മീക വിഷയമാകട്ടെ, അത് ഭൗതിക വിഷയമാകട്ടെ, എൻ്റെ ദൈവം സന്ദർശിച്ചാൽ അത് അത്ഭുതകരമായി ദൈവം ഒരിക്കലും മറന്നു കളയുന്നൊരു ദൈവമല്ല. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സന്ദർശനം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം എടുക്കാം. 50-ാം അധ്യായം 25-ാമത്തെ വാക്യം. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. നന്ദിയോട് സ്തോത്രം. യോസേഫ് വാർദ്ധക്യമെത്തി. തൻ്റെ ജനമെല്ലാം കൂടെ അടുത്ത് നിൽപ്പുണ്ട്. യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്. മിസ്രൈമിൽ വെച്ചാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്നായാലും ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. നീ ഇവിടെ നിന്ന് പുറപ്പെടും. ഇവിടെ നിന്ന് എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്ദർശനം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഉപവാസങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മെ തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ശുദ്ധീകരണം ആചരിച്ചുകൊണ്ട് ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല പ്രിയമുള്ളവരെ. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള പട്ടണത്തിന് വേണ്ടി സകല വിശുദ്ധന്മാരും കാത്തിരിക്കുന്ന പോലെ നമുക്കും ഒരു കാത്തിരിപ്പോടുകൂടെ കൈവിടപ്പെട്ട് പോകാതിരിപ്പാൻ ദൈവം നമ്മെ സന്ദർശിക്കും. അന്ന് നമുക്കൊരു പുറപ്പാടുണ്ട്. ഒരു സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി നാം യാത്ര തുടരുന്നവരാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യാം. ആ പ്രത്യാശയുള്ള എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്യാം. ശക്തിയോടെ കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയോട് സ്തോത്രം. ദൈവത്തിൻ്റെ സന്ദർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. നന്ദിയോട് സ്തോത്രം. നന്ദിയോട് സ്തോത്രം. എല്ലാവരും വളരെ താഴ്മയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ സന്ദർശനം നമ്മുടെ മേൽ പകരുകയാണ്. ഓ സ്തോത്രം. കടുപ്പമേറിയ കട്ടതയേറിയ കട്ടകളാൽ പ്രതിസന്ധികളാൽ നിറയപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ഒരു നനവ് വരുത്തുവാൻ കർത്താവ് നമ്മെ സന്ദർശിക്കുകയാണ്. ഇതുവരെയും ജീവിതം ഉടഞ്ഞ് നുറുക്കപ്പെട്ട അനുഭവത്തിലാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതാ മാംസളമായൊരു ഹൃദയം ദൈവം നമുക്ക് നൽകാൻ പോകുകയാണ്. ദൈവകരങ്ങളിൽ നിമിഷം വരമേൽപ്പിക്കാൻ ദൈവമേ എൻ്റെ ഉള്ളത്തെ കട്ടകൾ ഉടച്ച് നിരത്തി നുറുങ്ങിയ ഹൃദയമാക്കി വെള്ളം പോലെ ഉള്ളം കർത്തൃസനെ പകരുവാ എന്നെ സഹായിക്കണമേ. നന്ദിയോട് സ്തോത്രം ചെയ്യാം. ശത്രു വല വിരിച്ച് കുരുക്കിടാൻ നോക്കി, മരണകരമായ വിപത്തുകൾ വിതയ്ക്കുവാൻ നോക്കി, കുഴി കുടിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ദർശനം നീക്കുപോക്ക് നൽകി. ദൈവം നമ്മെ സന്ദർശിച്ചപ്പോൾ കേട്ടവർക്കും കണ്ടവർക്കും ഒരു മഹാ ആശ്ചര്യമുണ്ടാകത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഒരു നിമിഷം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എനിക്ക് പല രോഗങ്ങളുണ്ട്, പല കട്ടങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ നിനക്ക് പൊങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ് ദൈവം അമർച്ച ചെയ്ത് സൂക്ഷിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കുന്നു. മെഡിക്കൽ സയൻസിന് പുറത്തത്രേ ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിനെ സമർപ്പിക്കാം. നന്ദിയോട് സ്തോത്രം ചെയ്യാം. ആത്മാവിൽ ആരാധിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കട്ടതകൾ വരാം, പ്രതിസന്ധികൾ വരാം.
എല്ലാം ഉറപ്പേറിയ പ്രതിഷ്ഠയോടും തീരുമാനത്തോടും ഉറച്ചു നിൽക്കുവാനിടയായി തീരട്ടെ. നന്ദിയോട് സ്തോത്രം ചെയ്യാം. ദീർഘനാളുകൾ 430 വർഷം ഇസ്രായേൽ ജനം അയ്യോ അയ്യോ എന്ന് വിളിച്ച് ഇരുമ്പ് ചൂളയിൽ കട്ടപ്പെട്ടു. ഇനി നീ കരഞ്ഞത് മതി, ഇനി നീ കട്ടപ്പെട്ടത് മതി, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചുകൊണ്ട് ഇതോ ദൈവം സന്ദർശിച്ചെന്ന് പറഞ്ഞ് ഇസ്രായേലി മൂപ്പന്മാർ മിസ്രയീമിലായിരിക്കുമ്പോൾ കുമ്പിട്ട് നമസ്കരിച്ചു. ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദിയോട് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തനാണ് എൻ്റെ ദൈവം. ഇന്നല്ലെങ്കിൽ നാളെ അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കാം. ദർശനത്തിനൊരു അവധി വച്ചിട്ടുണ്ട്, അത് വരും നിശ്ചയം. ഓടിച്ചു വായ്പന്തൊക്കെ വേണം അതൊരു പലകയിൽ എഴുതി സൂക്ഷിക്കുക, അത് കൂടെ കൂടെ ഓർക്കുക. സ്തോത്രം സ്തോത്രം. ദൈവം നമ്മോട് അറിയിച്ച വാഗ്ദത്തങ്ങളെ ഡയറിയിൽ കുറിച്ച് വെച്ച്, ഹൃദയത്തിൽ കുറിച്ച് വെച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കുറച്ചു നാൾ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, അത് പിന്നെ പ്രാർത്ഥിക്കാറില്ല. അത് മാറ്റം വന്നിട്ട് അന്ന് എന്ത് പറഞ്ഞു അതുപോലെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്നറിഞ്ഞ് കാലം വൈകിയാലും അത് വരും നിശ്ചയം. നമ്മെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഒന്നും മങ്ങിപ്പോകയില്ല. അത് വരുവാൻ സമയമായിരിക്കുന്നു. പിന്നെയും അവസാനമായി നമ്മൾ ചിന്തിച്ചു, ദൈവം നമ്മെ സന്ദർശിക്കും. അന്ന് നമുക്ക് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല പ്രിയമുള്ളവരെ. ദൈവം ശില്പിയാ നിർമ്മിച്ച അടിസ്ഥാനമുള്ള പട്ടണത്തിനായി നമ്മൾ കാത്തിരിക്കുന്നവരാണ്. എത്രയും വിശുദ്ധിയോടെ, എത്രയും പ്രാർത്ഥനാ ജീവിതാനുഭവത്തോടെ നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. ഹല്ലേലൂയ. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുന്ന നാളുകളിതാ അടുത്തടുത്ത് വരികയാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാനൊരു വെളിപ്പാട് കാണുന്നു. ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്നത് ഞാൻ കാണുന്നു പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്നു. നമ്മുടെ തലമുറകളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ആ കരത്തിൻ കീഴിൽ നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് ഞാൻ കാണുകയാണ്. ഈ കരത്തിൽ അകത്തും പുറത്തും എന്തോ എഴുതിയിരിക്കുകയാണ്. അത് വാഗ്ദത്തങ്ങളാണ്. അത് വാഗ്ദത്തം നിവർത്തിക്കുവാനുള്ളതിന് ദൈവത്തിൻ്റെ കരം നീട്ടപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ക്ഷീണിക്കുന്നെങ്കിൽ ഇതോ യഹോവയുടെ ഭുജം വെളിപ്പെട്ട് വന്നിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു? യഹോവയുടെ ഭുജം തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും വെളിപ്പെട്ട് വന്നിരിക്കുന്നു. സ്തോത്രം ചെയ്യാം. ആ കരമിതോ നമ്മെ തൊടുന്ന കരമാണ്. അത് വാഗ്ദത്തം നിവർത്തിപ്പോൻ ഈ സഭയുടെ നേരെ നീട്ടപ്പെട്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. ഈ കരം ദാനിയേലിനെ തൊട്ടപ്പോൾ ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം ദർശനത്തിലൂടെ തന്നെ അറിയിച്ച് എഴുതി വയ്പ്പിപ്പാൻ കാരണമായി നമുക്ക് വേണ്ടി. സ്തോത്രം. ഈ കരം യഹസ്കേലിനെ തൊട്ടപ്പോൾ, ബൂസിയുടെ മകനായ യഹസ്കേലിനെ കേബാർ നദീതീരത്ത് വെച്ച് ഈ കരം വന്ന് തൊട്ടപ്പോൾ സ്വർഗം തനിക്ക് മീതെ തുറന്നു. ദർശനങ്ങൾ താൻ ദർശിച്ചു, അരുളപ്പാടുണ്ടായി. യഹോവയുടെ കരം തന്നെ വന്നു തൊട്ടു. ജനത്തിന്റെ മ്ലേച്ഛത കാണിച്ചു കൊടുത്തുകൊണ്ട് മുടിയെ കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്തു. ഭയങ്കര ദർശനങ്ങളെ കാണിച്ചു കൊടുത്തു. യഹോവയുടെ ഭുജം ഇതോ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയുടെ ഭുജം ഒരു എസ്രാ ശാസ്ത്രിയുടെ മേൽ വെളിപ്പെട്ടപ്പോൾ വഴിയിൽ പതിയിരുന്ന സകല ശത്രുക്കളുടെ മേലും ജയം അവന്റെ കണ്ണിന് വിട്ടുകൊടുക്കാതെ വണ്ണം. സ്തോത്രം. ബാബിലോണിൽ നിന്ന് വിശുദ്ധ ആലയത്തിലുള്ള വിശുദ്ധ പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങളുമായി താൻ തൂക്കപ്രകാരം തൂക്കി വാങ്ങി യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഇതറിഞ്ഞ കള്ളന്മാർ വഴിയിൽ പതിയിരിപ്പ് നടത്തി തന്നെ വകവരുത്തി, തന്റെ കുടുംബത്തെയും വകവരുത്തി അതിനെ കൈക്കലാക്കുവാൻ നോക്കുന്ന സ്ഥാനത്ത് ദുഷ്ടന് വിട്ടുകൊടുക്കാതെ വണ്ണം യഹോവയുടെ ഭുജം തന്നെ മറച്ചുകൊണ്ടെങ്കിൽ ഇതോ ആ യഹോവയുടെ ഭുജം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. യഹോവയുടെ ഭുജം യോഹന്നാനെ തൊട്ടപ്പോൾ മരിച്ചവനെ പോലെയായി. ഹല്ലേലൂയ. താഴെ വീണു. ഇതോ ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും എന്തെന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആർക്കും വെളിപ്പെടാത്തത്, ആർക്കും അനുഭവിപ്പാൻ കഴിയാത്തത്, ആരാലും സ്തോത്രം എഴുതപ്പെടാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് ഞാനിതാ എഴുതാൻ പോവുകയാണ്, എഴുതിപ്പിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളേൽപ്പിക്കാം. ആ ഭുജം ഈ ആലയത്തിൽ
നാമത്തിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. അന്വേഷിക്കുന്ന തന്റെ ജനത്തിന്റെ നടുവിൽ ഈ കരം ചിലരെ തൊടുന്നത് ഞാൻ കാണുന്നു. ചില രോഗബന്ധനങ്ങൾ അഴിയുന്നത് ഞാൻ കാണുന്നു. അസ്ഥി സംബന്ധമായ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. തോള് വശം, പുറകിൽ തോള് വശം, വലത് തോളിന്റെ വശം വേദനയും കിഴപ്പുമായി ഭാരപ്പെടുന്ന അവസ്ഥയിൽ കർത്താവിന്റെ കരമൊന്ന് തൊടുന്നത് ഞാൻ കാണുന്നു. സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടപം രാജം വഴിമുട്ടി വഴി തടസ്സം ചെയ്ത് നന്മകളെ തടഞ്ഞ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്ന ചില തലമുറകളുടെ മേൽ യഹോവയുടെ കരം വെളിപ്പെടുകയാണ്. അന്ധബോധവന്തരം മാരക രോഗങ്ങളാണ്. ഒരുപക്ഷെ 4th സ്റ്റേജ് ആയിരിക്കാം. യഹോവയുടെ കരം വന്ന് തൊട്ട് വ്യത്യാസപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോട് സ്തോത്രം. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കാം. ദൈവം നമ്മോട് ഹല്ലേലൂയ ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തനെ ഹല്ലേലൂയ ദൈവം ഇന്ന് ഹല്ലേലൂയ നമ്മുടെ പതിയയച്ച് ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ദൂതുകൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ ദൈവം ഓർമ്മിപ്പിച്ചല്ലോ. അതുകൊണ്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂമിയെ സന്ദർശിച്ച് ഹല്ലേലൂയ നനയ്ക്കുന്ന ദൈവം എന്ന് കേൾപ്പിച്ചല്ലോ. തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഹല്ലേലൂയ നനയ്ക്കുന്ന ദൈവമാണെന്ന് വ്യക്തമായി അവിടെ നിന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ അത് അവൻ്റെ സന്ദർശനം ഹല്ലേലൂയ നമ്മെ പുഷ്ടിപ്പെടുത്തും. ഹല്ലേലൂയ അത് ആത്മീയമായൊരു പുഷ്ടിയിലേക്ക് നമ്മെ കൊണ്ടുവരാം, നമ്മെ ഉയർച്ചകളിലേക്ക്, ദൈവത്തിൻ്റെ കൃപകളിലേക്ക് ഹല്ലേലൂയ ഒരു പുഷ്ടിയുടെ തലത്തിലേക്ക് ദൈവം കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ പുഷ്ടിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ നദിയിൽ നിന്ന് പുറപ്പെടുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നിന്നുള്ള വെള്ളം ഹല്ലേലൂയ നമ്മുടെ മേൽ പകർന്ന് ആത്മീയമായി ദൈവം ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകളിൽ ഹല്ലേലൂയ ഒരു പുഷ്ടിപ്പെടുത്തലുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. അതുകൊണ്ട് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ തൻ്റെ ജനത്തെ ഹല്ലേലൂയ ആമേൻ ഭൂമിയെ ഒരുക്കി തൻ്റെ ജനത്തിന് ധാന്യം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വ്യക്തമായി ഹല്ലേലൂയ വിവിധ ഹല്ലേലൂയ അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. തൻ്റെ ജനത്തെ തൻ്റെ ജനത്തോടുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് അവൻ സന്ദർശിക്കുന്നത്. തൻ്റെ വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ തൻ്റെ ജനത്തിന് നിവർത്തിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ തൻ്റെ അഭിഷേക ഹല്ലേലൂയ തൻ്റെ ജനത്തെ ദൈവം സന്ദർശിച്ച അനേക സന്ദർഭങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ ഫറവോന്റെ അനുബന്ധത്തിൽ കിടന്നപ്പോൾ അവരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ മോശയിലൂടെ ദൈവം സന്ദർശിച്ചു. ഹല്ലേലൂയ സന്ദർശിച്ചപ്പോൾ ദൈവ പൈതലേ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എന്നും ഹല്ലേലൂയ അനുബന്ധത്തിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഹല്ലേലൂയ തൻ്റെ ജനത്തെ ഹല്ലേലൂയ വിടുവിച്ചെടുക്കുന്ന ദൈവമാണെന്ന് കൽപ്പിച്ചല്ലോ. ഹല്ലേലൂയ 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 അതുപോലെ തന്നെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ബേത്ലഹേമിൽ തൻ്റെ ജനത്തെ ഹല്ലേലൂയ ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ സന്ദർശിച്ച ദൈവമാണല്ലോ നമ്മുടെ ദൈവം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ച് ഉണർത്തിയല്ലോ. ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ചില ക്ഷാമത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ പ്രാർത്ഥനകളൊക്കെ മറുപടികൾ താമസിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. അപ്പത്തിൻ്റെ ഭവനം വിട്ടുപോകരുതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട്
സംസാരിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്ന ദൈവം നമ്മെ നടത്തിയ കാലിലേക്ക് കടത്തിവിടുന്ന ഏതവസ്ഥകളിലും ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹായിക്കുന്ന ഒരു ദൈവമാണല്ലോ സാറയെ സന്ദർശിച്ച ദൈവം. ഹല്ലേലൂയ. മിസ്രൈമിലെ ഹല്ലേലൂയ സ്തോത്രം സന്ദർശിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ജോസേഫ് ഹല്ലേലൂയ ഉറപ്പോടെ പറഞ്ഞല്ലോ. കാരണം ആ ഭക്തനറിയാം ഹല്ലേലൂയ ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ശത്രുവിൻ്റെ അടിമത്തത്തിൽ കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഒരു ദിവസം ഹല്ലേലൂയ അമേരി ജനത്തെ സന്ദർശിക്കുമെന്ന് ജോസേഫ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ പ്രവചിച്ചതുപോലെ തന്നെ സമയമായപ്പോൾ ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചെങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ കൽപ്പിച്ച ദൈവവചനത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവം വലിയൊരു ഉറപ്പ് ഉപവാസ പ്രാർത്ഥനയുടെ 1ാമത്തെ സെക്ഷനിൽ നമ്മൾ സംസാരിച്ചല്ലോ. ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ സന്ദർശിച്ച് നനയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ തോട്ടമായ സഭയെ ദൈവമിതാ സന്ദർശിച്ച് നനയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ നാം ഹല്ലേലൂയ ആത്മാർത്ഥമായി താല്പര്യത്തോടെ ദൈവസന്നിധി കടന്നു വന്ന് ഈ 3 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഉപവസിക്കുമെങ്കിൽ തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം ഒരു സന്ദർശനം അയക്കും, ഒരു നനവയക്കും, ഒരു പുഷ്ടി അയക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സംസാരിച്ചു എങ്കിൽ പുഷ്ടി നിമിത്തം മുഖങ്ങൾ തകർന്നു പോകുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ദാസനെ ശക്തമായി ഉപയോഗിച്ചല്ലോ. ദൈവം ഇനിയും അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ. നമുക്ക് പ്രൈസലോ അടച്ച് എല്ലാവരും പ്രാർത്ഥനയോട് നിൽക്കുമ്പോൾ പ്രൈസൽ ദൈവത്തിന്റെ വിലയേറിയ ഭക്തൻ ഹല്ലേലൂയ ഫെർഡിനാൻഡ് പാസ്റ്റർ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഈ സെക്ഷൻ പ്രൈസലോ ഹല്ലേലൂയ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഗ്ലോറി ടു ലോർഡ്. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. 3 ദിവസവാസ പ്രാർത്ഥനയുടെ പ്രാരംഭരാത്രിയിലേക്ക് സ്തോത്രം. സഭയായി ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവോടൊന്ന് സഹായിച്ച വലിക്കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് അവിടുത്തെ മക്കൾ വിവിധ വിഷയങ്ങളുമായി വാസ്തവോടായിരിക്കുന്നു. കർത്താവേ സ്തോത്രം. അനേക നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ ഇന്ന് കേൾപ്പിച്ച വചനം പോലെ സ്തോത്രം. ദൈവ സന്ദർശനത്തിൻ്റെ സമയം ഹല്ലേലൂയാഗതമായിരിക്കിയാൽ വിശ്വാസത്തോടെ ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. കർത്താവ് സഭയ്ക്ക് വലിയ അനുഗ്രഹമായി വിടുതലായി കർത്താവ് ഇവിടുന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർമ്മേലിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് വേണ്ടി കൈപോലൊരു മേഘത്തെ ഹല്ലേലൂയ വെളിപ്പെടുത്തിയ ദൈവം അതൊരു വൻമഴയുടെ മുഴക്കമായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ തീർത്തതുപോലെ സഭയ്ക്ക് ഈ വാസപ്രാർത്ഥന വലിയൊരു അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ ക്ഷീണിച്ചിരിക്കുന്ന ഉള്ളങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ രോഗികളായിരിക്കുന്നവരുണ്ട് വിവിധ വിഷയങ്ങളാൽ ഭാരത്തോടെ ഹല്ലേലൂയ സ്തോത്രം. എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉപവാസം വലിയ വിടുതലും അനുഗ്രഹമായി തുടർന്ന് ഹല്ലേലൂയ നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടൊന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മധ്യയച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായ സ്തോത്രം. കേൾപ്പിച്ച ദൈവശബ്ദങ്ങൾക്ക് മുമ്പാകെ കർത്താവെ സ്തോത്രം മനസ്സലിഞ്ഞ് മഞ്ചത്തെ തൊട്ട ഹല്ലേലൂയ കർത്താവ് സ്തോത്രം. കർത്താവെ സ്തോത്രം. മരിച്ച് ഹല്ലേലൂയ നാറ്റം വെച്ചതായ അനേക വിഷയങ്ങളുണ്ടപ്പാ സ്തോത്രം. ഇന്ന് ഈ ഹല്ലേലൂയ ആലോചനയുടെ മുമ്പാകെ ഞങ്ങളെ ഒന്ന് തൊട്ട് സ്തോത്രം അവിടെ നിന്ന് ഉണർത്തുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മണി പാസ്റ്ററേയും കുടുംബത്തെ ഏൽപ്പിക്കുന്ന ദാസൻ്റെ എത്രയിലൊക്കെയും കൂടെ ഇരുന്നല്ലോ, മടക്ക എത്രയിലും കൂടെ ഇരുന്ന് സഹായിക്കണമേ. ഇവിടെ സൃഷ്ടിക്കുന്ന വിലപ്പെട്ട കർത്താവിൻ്റെ 4 ദാസന്മാരെയും കുടുംബങ്ങളായി കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു സ്തോത്രം. അവരുടെ മധ്യസ്ഥകളും പ്രാർത്ഥനകളും വലിയ അനുഗ്രഹവും വിടുതലും ആയി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് എല്ലാ വിഷയത്തെയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേട്ടുപിടിക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ കടന്നു വന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച കർത്താവിൻ്റെ വിലയേറിയ ദാസനോടുള്ള ദൈവസഭയുടെ നന്ദി അറിയിക്കുന്നു. നാളെ പകലും രാത്രിയിലും പാസ്റ്റർ ഷിജോ പോൾ കോട്ടയം ശുശ്രൂഷയ്ക്കുണ്ടായിരിക്കും. കണ്ണുകളടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നിരന്തരമായ സാന്നിധ്യവും
സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് വചനം ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്.